ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. അരിപ്പൊടി കൊണ്ട് നമ്മൾ ധാരാളം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. ഈ അരിപ്പൊടി കൊണ്ട് നല്ല പപ്പടം പോലെ ക്രിസ്പി ആയിട്ടുള്ള പൂരിയും ഈ മാവ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയോ പൊറാട്ടയോ എന്താണോ ഇഷ്ടം അതും ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ പെട്ടെന്നുണ്ടാകാൻ പറ്റിയ, അതായത് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കിയ കടലക്കറിയുമുണ്ട്. ഈ കടലക്കറിയിൽ ഞാൻ ഒട്ടും തന്നെ സവാളയോ ഉള്ളിയോ ഒന്നും ചേർത്തിട്ടില്ല. ഇൻസ്റ്റൻറ്റ് കറിയാണിത്. 5 മിനിറ്റ് കൊണ്ട് തന്നെ കറി റെഡിയാകും. പൂരി നല്ല ക്രിസ്പിയും സോഫ്റ്റ് ആകാനുമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോയാണ്. 2 ബോയിൽഡ് പൊട്ടറ്റോയാണിത്. പൊട്ടറ്റോ കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നല്ലൊരു സാധനമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് സ്റ്റീം ചെയ്തെടുക്കുകയോ ബോയിൽ ചെയ്തെടുക്കുകയോ ആകാം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊന്ന് അളന്ന് നോക്കാം. ഇതിപ്പോൾ 1 കപ്പ് പൊട്ടറ്റോ ഉണ്ട്. സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിൽ 1 കപ്പ് എടുക്കാം. 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഏത് ബ്രാൻഡ് അരിപ്പൊടിയായാലും കുഴപ്പമില്ല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ അയമോദകം ചേർക്കാം. 1 ടീസ്പൂൺ എള്ള് ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. അരിഞ്ഞ മല്ലിയില ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർക്കാം. 1-2 പച്ചമുളകും ഒരല്പം ഇഞ്ചിയും കൂടി ഇതുപോലൊന്ന് ചതച്ചെടുത്ത് ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കാം. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മല്ലിയില ചേർത്തിട്ടുണ്ടല്ലോ. കസൂരി മേത്തിയൊക്കെ ചേർത്താൽ നല്ലൊരു മസാലയുടെ ഫ്ലേവർ കിട്ടും. ഇതിനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ചേർത്തിരിക്കുന്ന മസാലകൾ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഏത് മസാലയും ചേർക്കാം. പൊട്ടറ്റോ ചേർത്തത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പൂരിക്ക്. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് മാവ് കുഴയ്ക്കണം. 1 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കാം. മാവ് കട്ടിയാകാനും പാടില്ല, ലൂസാകാനും പാടില്ല. കട്ടിയായാൽ പൂരി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരില്ല. ലൂസായാൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതങ്ങ് താഴ്ന്നു പോകും. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇത് കുഴയ്ക്കാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് എടുത്തത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് കടലക്കറിയാണ്. ഫ്രീസറിലിരുന്നതാണ്. കടല വേവിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നു. അതുപോലെ മസാലയും പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. 2 ടൊമാറ്റോയും കുറച്ച് വെളുത്തുള്ളിയും ഒരല്പം ഇഞ്ചിയും കൂടെ അരച്ചെടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ടൊമാറ്റോ പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നേരത്തെ തന്നെ റെഡിയാക്കി വയ്ക്കാവുന്നതാണ്. ഇത് സവാള ചേർക്കാത്ത കടലക്കറിയാണ്. ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു രീതിയാണിത്. ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുറച്ച് ടൊമാറ്റോ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് ചീനച്ചട്ടിയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. അതിലുള്ള വെള്ളം മുഴുവൻ വറ്റിക്കഴിയുമ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റാകും. എണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് ജീരകം ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് 2 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത്. ഇത് ഒരുപാട് നേരമൊന്നും ഇട്ട് വഴറ്റണ്ട. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊന്നും മാറി കിട്ടിയാൽ മതി. ടൊമാറ്റോ ഓൾറെഡി അതിലുള്ള വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് വെന്തിരിക്കുന്നതാണ്. ഇനി ഇതിൽ മസാല ചേർക്കാം. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാല മതി. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഈ മസാല ഒന്ന് വേകട്ടെ. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് കൂടുതൽ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഈ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് കടല ചേർക്കാം. അവധി ദിവസങ്ങളിലൊക്കെ ഇതുപോലെ കടലയും പയറുമൊക്കെ വേവിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നാൽ ആ ആഴ്ചത്തേക്ക് നല്ല എളുപ്പമാണ് കറി ഉണ്ടാക്കാൻ. ഇതുപോലെ ടൊമാറ്റോ പേസ്റ്റും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒക്കെ ഉണ്ടാക്കി വയ്ക്കാം. ഇത് കുറച്ച് സമയം കൂടി വെളിയിലിരുന്നാൽ ഇത് മുഴുവൻ ഐസ് മാറി കിട്ടുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വച്ചിട്ട് വേവിച്ചെടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയാണ്. ഒരല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്താ, കണ്ടിട്ട് നല്ല എളുപ്പമായില്ലേ? 2-3 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കടലക്കറി റെഡി.
സവാള ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല കുറുകിയ ചാറോട് കൂടിയാണ് ഈ കടലക്കറി ഇരിക്കുന്നത്. ടൊമാറ്റോയുടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിന്. അധികം മസാലയൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ, ഒരല്പം മല്ലിയില ചേർത്താൽ മതി. ഗ്രേവിയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് പൂരിയും ചപ്പാത്തിയുമായിട്ട് ഉണ്ടാക്കാം. മാവ് ഇപ്പോൾ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇതിൽ ഈ കസൂരി മേത്തിയൊക്കെ ചേർത്തത് കൊണ്ട് മാവിന് തന്നെ നല്ലൊരു മണമാണ്, നോർത്ത് ഇന്ത്യൻ മണമാണ്. കസൂരി മേത്തി ഒഴിവാക്കിയിട്ട് ഗരം മസാല ചേർത്താലും നമ്മുടെ നാട്ടിൽ നല്ലൊരു മണം കിട്ടും. ഇതിൽ നിന്ന് ഞാൻ പകുതി പൂരി ഉണ്ടാക്കാനും പകുതി ചപ്പാത്തി ഉണ്ടാക്കാനുമാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ഉരുളയായിട്ട് പൂരിക്ക് എടുക്കാം, കുറച്ച് വലിയ ഉരുള ചപ്പാത്തിക്ക് എടുക്കാം. മാവ് പരത്താനായിട്ട് ഈ അരിപ്പൊടി തന്നെ ഉപയോഗിക്കാം. പക്ഷേ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പൊടി ചേർത്താണ് നമ്മൾ മാവ് പരത്തുന്നെങ്കിൽ ഈ പൊടി എണ്ണയിൽ ഒത്തിരി വീഴും. സാധാരണ ഞാൻ എപ്പോഴും എണ്ണയിൽ മുക്കിയാണ് ഇതുപോലെ പരത്തിയെടുക്കുന്നത്. ഇപ്പോൾ എണ്ണ കുറച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാണ്. അതുപോലെ ഇത് കഴിഞ്ഞിട്ട് ആ എണ്ണ ഞാൻ കളയുകയും ചെയ്യും. പിന്നെ അത് ഞാൻ കറിക്കൊന്നും എടുക്കാറില്ല. ഈ ചപ്പാത്തി ഒരു സ്ക്വയർ ടൈപ്പിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. പരത്തിയ ശേഷം നിങ്ങൾക്കിതിൽ എണ്ണയോ നെയ്യോ ഒക്കെ അകത്ത് പുരട്ടാവുന്നതാണ്. ഞാൻ പക്ഷേ അതൊന്നും പുരട്ടിയിട്ടില്ല. ഇതിനെ ഒന്നും കൂടി ഒന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം. എത്രമാത്രം എണ്ണയൊക്കെ കുറയ്ക്കാൻ പറ്റുമോ അത്രയും എണ്ണ കുറച്ചാൽ നല്ലതാണ്. നല്ല ചൂടായ തവയിലിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് ടൈറ്റായി പോവും. ഈ ഹൈ ഫ്ലെയിം ആകുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഒരല്പം എണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ ചേർത്താൽ നല്ല പപ്പടം പോലെ ഈ ചപ്പാത്തിയും പൊങ്ങി വരും. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. രണ്ട് വശവും തിരിച്ചും മറിച്ചുമിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം. നമ്മൾ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഒന്നുകൂടി ഉണ്ടാക്കാം. ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നേരത്തെ ഫോൾഡ് ചെയ്തല്ലേ എടുത്തത്. ഇത് കുറച്ചുകൂടി ഈസിയാണ്. പൊറാട്ട പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അകത്ത് നെയ്യോ എണ്ണയോ ഒക്കെ പുരട്ടിയിട്ട് കുറേ കൂടി ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കി മാവ് കൊണ്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കറക്റ്റ് ഒരു റൗണ്ട് കിട്ടാനായിട്ട് ചെറിയ ഒരു അടപ്പോ പാത്രം വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. എണ്ണ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വച്ചേക്കായിരുന്നു. ഒരല്പം മാവെടുത്തിട്ട് നന്നായിട്ട് എണ്ണ ചൂടായോ എന്ന് നോക്കാം. നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രം പൂരി ഉണ്ടാക്കുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ പൂരി ഇടണം. ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം ഒരല്പം തീ കുറച്ചിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ക്രിസ്പി ആയിട്ട് എടുക്കുകയാണെങ്കിൽ പൂരി കുറേ സമയം ഇങ്ങനെ നല്ല പൊങ്ങി തന്നെ ഇരിക്കും. അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണെന്ന് കണ്ടില്ലേ. ചപ്പാത്തിയേക്കാളും എളുപ്പമാണ് പൂരി ഉണ്ടാക്കാൻ. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടവും ആയിരിക്കും പൂരി. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കഴിക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത്തരം പൂരി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്ന ദിവസം തലേദിവസം തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വയ്ക്കാവുന്നതാണ്. രാവിലെ അരമണിക്കൂർ കൊണ്ട് തന്നെ ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലൈവ്.